ഹലോ ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു സ്നാസ് കിച്ചൺ. നമ്മൾ കാലങ്ങളായിട്ട് ഉണ്ടാക്കി വരുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ പാൽപ്പത്തിരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാൽപ്പത്തിരി ഉണ്ടാക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് തന്നെ ഞാൻ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ട പൊട്ടിച്ച് നമ്മുടെ മിക്സി ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ മിക്സി ജാറിലേക്ക് അങ്ങോട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം, അതായത് ഒരു 1.25 കപ്പോളം വെള്ളം ഇതിലേക്ക് നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സി ജാറിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ബൗളിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദോശ ചുട്ടെടുക്കാനുള്ള ബാറ്റർ റെഡി. ഇതുപോലെ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നേർത്ത ദോശ വേണം നമുക്ക് ചുട്ടെടുക്കാം. ആദ്യം തന്നെ അതിന് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു തവയോളം മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്നങ്ങ് ചുറ്റിച്ചെടുക്കുക. അപ്പം ഇതുപോലെ നേർത്ത ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു 15ഓളം ദോശ നമുക്ക് ചുട്ടെടുക്കേണ്ടി വരും. അതിൽ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അങ്ങനെ എത്ര ദോശ വേണം അത്രയും ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമ്മുടെ ദോശ റെഡി ആയി വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നേർത്തതായിട്ടുള്ള ദോശ ചുട്ടെടുക്കുക. അപ്പം നമ്മൾ ദോശകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ 15ഓ 16ഓ ഒക്കെ ദോശ നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വരും. അപ്പം അത്രയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഫ്രൈ പാനിലെ ഫ്രൈ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 10-20ഓളം നമ്മൾ അണ്ടിപ്പരിപ്പില്ലേ അതങ്ങ് 2ആയിട്ട് പൊളിച്ചതിന് ശേഷം അതുപോലെ മൂപ്പിച്ചെടുക്കുക. നമ്മുടെ അണ്ടിപ്പരിപ്പ് ആദ്യം നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം കിസ്മിസും നമ്മൾ മൂപ്പിച്ചെടുക്കണം. നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. എന്താ ഓരോ ലെയറും ദോശയുടെ ഉള്ളിൽ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്ലാക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറുള്ള കിസ്മിസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കിസ്മിസ് ചേർത്തത്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ നെയ്യിൽ തന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അത് വേണമെന്നില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പത്തിരി നമുക്ക് റെഡിയാക്കാം. ഇപ്പോൾ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു മിക്സി ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ വാനില എസൻസ് ഇല്ലേ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം, ഒരു പിഞ്ച്. പിന്നെ 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരത്തിന് ആവശ്യമായിട്ട് കേട്ടോ. പിന്നെ 3 ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷണലായിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വാനില എസൻസ്. അപ്പം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 കപ്പോളം മെഷറിംഗ് കപ്പിൽ 2 കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മിക്സ് നമ്മുടെ ദോശയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള മിക്സും റെഡി ആയിട്ടുണ്ട്. ഇത്രയും ചേർത്ത് റെഡിയായതിനു ശേഷം നമുക്ക് നമ്മളെ പാൽപ്പത്തിരി ഓരോന്ന് ലെയറാക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ കേക്ക് സോസ് പാനല്ലേ കേക്കിൻ്റെ നല്ല കുഴിയുള്ള അങ്ങനത്തെ എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കാം. നിങ്ങൾ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ഏതിലും നമുക്ക് നമ്മളെ പാൽപ്പത്തിരി തയ്യാറാക്കാം.
അപ്പം ഞാൻ എന്താ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലും പറ്റും കേട്ടോ. അപ്പം അതാ ഞാൻ ആദ്യം ഒരു ദോശ ഇട്ട് കൊടുത്തു. പിന്നെ അത് നമ്മുടെ മിക്സ് ഒരു 2 തവിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ക്യാരറ്റും മൂപ്പിച്ചതും പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രം അങ്ങ് മാറ്റി വെക്കുക, മുകളിലെ ലെയറിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 തവി ഒഴിച്ചു കൊടുക്കുക, വീണ്ടും ദോശ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറുകളാക്കിയിട്ട് മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തയ്യാറാക്കാം. ഇപ്പോൾ അവസാനത്തെ ലെയറും വെച്ചു കൊടുത്തു, മിക്സ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ മാറ്റി വെച്ചിട്ടില്ലേ, അത് മുകളിലേക്ക് നന്നായിട്ട് നല്ല അടിപൊളിയിലായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നാളെ പാൽപ്പത്തിരിയുടെ ഉണ്ടാക്കുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇഡ്ഡലി തട്ടിലോ അല്ല വലിയ ചെമ്പിലോ അല്ലെങ്കിൽ ഓവനിലോ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലുള്ള വലിയൊരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് റിങ് ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ നന്നായിട്ട് ചൂടായി വരണം കേട്ടോ. ഒരു 15 മിനിറ്റ് 10 മിനിറ്റോളം നന്നായിട്ട് തന്നെ ചൂടായതിനു ശേഷം മാത്രം ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. പിന്നെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 1 മണിക്കൂറിന് ശേഷം മാത്രം നമ്മളത് തുറന്നു നോക്കുക. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ പാൽപ്പത്തിരി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തണുത്താറിയതിനു ശേഷം നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് നമുക്ക് അടർത്തി മാറ്റാം. സൈഡൊക്കെ ഒന്നിങ്ങനെ കത്തി വെച്ചിട്ടോ ഇതൊക്കെ വെച്ചിട്ട് തവി വെച്ചിട്ടോ ഒന്നിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ചെടുക്കുക. ഞാനിപ്പോൾ തണുക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ എന്തായാലും പാൽപ്പത്തിരി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിലും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരാം. അതുവരെയും സൈനിങ് ഔട്ട് അസ്ന സക്കീർ.